അങ്ങനെ കുറേ ദിവസമായിട്ട് വിചാരിക്കുമായിരുന്നു ഇഷ്ലുവിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു പേർലി മാനിൻ്റെ ഫേമസ് ആയിട്ടുള്ള പ്രോൺസ് റൈസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നമുക്ക് ഫസ്റ്റിന് വേണ്ടത് ഉള്ളിയാണ്. ഞാനൊരു 2 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയുള്ളി ക്രഷ് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമുള്ളതാണ് മല്ലിയിലയും കറിവേപ്പിലയും. ഞാൻ ആദ്യം എടുത്തു വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പ്രോൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിൽമ ഗീ ആണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ബാക്കിയുള്ള ഉള്ളി നമ്മൾ ആ സെയിം പാനിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിലേക്ക് നമുക്കിനി കറിവേപ്പില, മല്ലിയില, ബാക്കിയുള്ള ഇലകളൊക്കെ ഒന്ന് ചേർക്കാം. പുതിനയില എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർക്കാവുന്നതാണ്. പേളിമാണി ചേർക്കാത്തൊരു 3 ഇൻഗ്രീഡിയൻസും കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അത് ഒന്നാമത്തെയാണ് ഗ്രാമ്പു. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് കറുവാപ്പട്ടയാണ്. പിന്നെ കുറച്ച് പച്ചക്കുരുമുളകും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം. ഫൈവ് മിനിറ്റ്സിന് ശേഷം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തക്കാളിയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഞാൻ ചേർക്കുന്നത് കുറച്ച് ഗരം മസാല പൊടിയാണ്. ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി നമുക്ക് ചേർക്കാം. നമ്മൾ ഓൾറെഡി പ്രോൺസ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മുളക് പൊടി ചേർത്തതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതി. ഇനി അടുത്തതായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർക്കാം. ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ ചേർത്ത മസാലപ്പൊടികളൊക്കെ നമുക്ക് നല്ലോണം ഇതിൽ മിക്സ്. അതിനുശേഷം നമുക്ക് കൈമ റൈസ് കഴുകിയെടുക്കാം. ഞാനിവിടെ 3.5 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഈ അരി നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മസാലയിലേക്ക് ചേർക്കാം. ഈ അരിയും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് പ്രോൺസും റൈസും മസാലയും മൂന്നും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ആഡ് ചെയ്യാം. വീണ്ടും ഇത് നല്ലോണം യോജിപ്പിച്ചെടുക്കുക. ഇനി പേളിമാണി ആഡ് ചെയ്യാത്ത ഒരു സാധനം കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നാരങ്ങനീരാണ്. ഞാൻ ഇതിൽ കുറച്ച് നാരങ്ങനീര് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓൾറെഡി ചൂടാക്കി വെച്ച ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉപ്പ് ആവശ്യത്തിന് വേണ്ടത് ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നേരത്തെ മസാല വഴറ്റി കഴിയുമ്പോഴും നമുക്ക് ഉപ്പ് ചേർക്കാവുന്നത്. നമുക്കിത് അടച്ചു വെച്ച് 5 മിനിറ്റ്സിന് ശേഷം നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ചോറ് പകുതി വെന്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മല്ലിയിലയും നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച ഓനിയനും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് അടച്ചു വെച്ച് 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. അപ്പൊ ഫൈനലി പേളിമാണിന്റെ പ്രോൺസ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം.